ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപള്ളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടെൻഡർ കോക്കനട്ട് ഏഞ്ചൽ പുഡിംഗ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടും കരിക്കും വെള്ളമാണ്. ഞാനിവിടെ 3 കപ്പ് കരിക്കും വെള്ളമാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഇവിടെ ഞാൻ 3 കപ്പ് കരിക്കും വെള്ളത്തിന് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതുക്കാനായിട്ട് വെക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ കരിക്കും വെള്ളം ഒരു പാനിലോട്ട് ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിലോട്ട് നമുക്ക് 100 ഗ്രാം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കാവൂ. ഇത് തിളയ്ക്കാൻ പാടില്ല. ഇത് ചൂടായി വരാനേ പാടുള്ളൂ. നന്നായിട്ട് ഇത് മിക്സ് ആക്കുക. ഇനി അതിനുശേഷം നമുക്ക് ആ ചൈന ഗ്രാസ് ഒന്ന് പിഴിഞ്ഞെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആകുന്നിടം വരെ ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. തിളയ്ക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറിന് വേണ്ടി ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് 3 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 1-ാം പാലും 2-ാം പാലും ചേർന്നതാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള പാല് തന്നെയാണ്. ഇത് നമുക്ക് അതേപോലെ ഒരു പാൻ വെച്ചിട്ട് ചൂടാകാനായിട്ട് വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇതും തിളയ്ക്കാൻ പാടില്ല. ഇതിലോട്ട് നമുക്ക് ചൈന ഗ്രാസ്, ഞാൻ ഇതിനും 10 ഗ്രാം ചൈന ഗ്രാസ് കുതുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാര 100 ഗ്രാം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇത് തിളയ്ക്കാൻ പാടില്ല, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ചൈന ഗ്രാസും ഇതിൽ കിടന്നൊന്ന് മെൽറ്റായി കിട്ടണം. അപ്പം ഇത് നമ്മുടെ മെൽറ്റായിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. നമുക്കിത് ഗ്യാസ് ഓഫാക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാൻ തേങ്ങാവെള്ളത്തിൻ്റെയും റെഡിയാക്കിയിട്ടുണ്ട്, തേങ്ങാപ്പാലിൻ്റെയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മോൾഡാണ് എടുത്തേക്കുന്നത്. നമ്മുടെ പുഡിങ്ങിൻ്റെ പേര് തന്നെ ഏഞ്ചൽ പുഡിംഗ് എന്നാണ്. അപ്പം ആ മാലാക്കയുടെ ഒരു ചിറകിൻ്റെ ആ ഒരു മോൾഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലോട്ട് നമുക്ക് ആദ്യത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യത്തെ ലെയർ നമ്മുടെ തേങ്ങാ വെള്ളത്തിൻ്റെ ലെയറാണ് ഒഴിക്കുന്നത്. ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യത്തെ ലെയർ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കും. ഒരു ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് സെറ്റാവും. അത്രയും മതി. ഇത് നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാം.
എനിക്കിവിടെ ഒരു 3 മിനിറ്റാണ് ഇത് സെറ്റ് ആവാൻ എടുത്തത്. അടുത്ത ലെയർ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ഒഴിച്ചു കൊടുക്കാം. അതും ഇതേപോലെ നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതും നമുക്ക് ഇതുപോലെ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. എൻ്റെ ഇതും ഇതുപോലെ തേങ്ങാപ്പാൽ 3 മിനിറ്റാണ് സെറ്റ് ആവാൻ എടുത്തത്. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ലെയറാക്കി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ലെയറാക്കി സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബാക്കി ഇരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെയും അതേപോലെ കരിക്കും വെള്ളത്തിൻ്റെയും അത് പാത്രത്തിരുന്ന് സെറ്റാവും. അങ്ങനെ സെറ്റായാൽ നമ്മൾ ഓവൻ ഉള്ളവർ ഓവൻ്റെ അകത്ത് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. ഓവൻ ഇല്ലാത്തവർ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലോട്ട് ഇത് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് പഴയ രൂപത്തിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ളത് ഇതുപോലെ ലെയറാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ലെയറാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കണം. അത് ഫ്രിഡ്ജിൽ നമുക്ക് സെറ്റാവാൻ വേണ്ടി വെക്കാം. ഒരു കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഇത് സെറ്റാവാൻ വേണ്ടി എടുക്കും. നമുക്കത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഏഞ്ചൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനൊരു മോഡുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അതില്ല എങ്കിൽ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ഗ്ലാസ്സോ ബൗളോ അതിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഏതെങ്കിലും നിങ്ങളുടെ ഗസ്റ്റോ ആരെങ്കിലും വരുമ്പോൾ നിങ്ങൾക്കത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുഡിങ് നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ കുടുംബളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.